ഊഴത്തിലെ സൂര്യ ഈ ഒരു ക്യാരക്ടറിലേക്ക് ആദ്യമേ കഥ കേട്ടിരുന്നു, മെമ്മറീസ് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന്റെ അപ്രോച്ച്? ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ഫിൽമേ അല്ല. അൺലൈക്ക് മെമ്മറീസിൽ സാം അലക്സ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ബിലീവബിൾ ആൻഡ് അതാണ് അതിന്റെ പ്രധാന ഫോക്കസ്. നമ്മൾ ജിത്തുവും ഞാനും കൂടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടന്നിട്ടുള്ളത് സാം അലക്സിനെ കുറിച്ചാണ്. നമ്മൾ എന്ത് ചെയ്യാം, അയാളുടെ കയ്യിൽ ഒരു ഹിപ്പ് ഫ്ലാസ്ക് ഉണ്ടാവുക, അയാൾ അങ്ങനെ ഓടുമ്പോൾ, അതായത് ഞാൻ മെമ്മറീസിന്റെ സമയത്തൊക്കെ ഇപ്പോഴും ഞാൻ റീസണബിളി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ഓടി കഴിഞ്ഞിട്ട് മുട്ടുകുത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അപ്പോൾ ഇത് ഒട്ടും ഓടി പരിചയമില്ലാത്തവർ കുറച്ച് ഓടി കഴിയുമ്പോൾ ഇവിടെ കൊളുത്തി പിടിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാന എക്സസൈസ്. ഊഴം അങ്ങനെയല്ല. ഊഴം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയുടെ സ്ക്രീൻ പ്ലേ ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഊഴത്തിൽ ജിത്തു ഞാനും തമ്മിൽ നടന്നിട്ടുള്ള ഡിസ്കഷൻസിൽ ഒന്നും സൂര്യയെ കുറിച്ചല്ല. ഞാൻ എപ്പോഴും ചോദിച്ചിട്ടില്ല, ജിത്തു നമ്മൾ ഇവിടെ വെച്ച് ഞാൻ അത് റിവീൽ ചെയ്യാത്ത പോലത്തെ ഒരു എക്സ്പ്രഷൻ പോരെ, കാരണം എന്നാലല്ലേ മറ്റേ സീനിൽ അത് വരുള്ളൂ. ജിത്തു ഈ സമയത്ത് ഞാൻ ആ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, എന്നാലല്ലേ ആ സീനിൽ അത് അങ്ങനത്തെ ഡിസ്കഷൻസ് ആണ്. ആൻഡ് ദാറ്റ്സ് എ ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ഇൻ ഊഴം. കാരണം സിനിമ കാണുമ്പോൾ മനസ്സിലാവും എക്സ്ട്രീംലി നോൺ ലീനിയർ ആണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും അഫ്കോഴ്സ് മലയാളത്തിൽ ക്രൊണോളജിക്കലി അല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന പ്രീ ക്ലൈമാക്സ് ആയിരിക്കും. അപ്പോൾ അതിലൊരു പൂർണ്ണ വ്യക്തത ഷൂട്ടിങ്ങിന് മുമ്പ് ഉണ്ടെങ്കിൽ അത് നന്നാവുള്ളൂ. അത് ആ കാര്യം അങ്ങനത്തെ ഡിസ്കഷൻസ് ആണ്. സോ സൂര്യ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറ്റി എനിക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഈ സിനിമയിൽ അയാൾക്കൊരു പ്രത്യേകതയുണ്ട്, അത് അയാളുടെ ജോലിയാണ്. അയാളുടെ തൊഴിൽ മേഖലയിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത, എന്നാൽ ഇന്ന് ലോകത്ത് ആക്ച്വലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നീഷ് ഒരു എക്സ്പെർട്ടിസിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. അയാളുടെ ആ എക്സ്പെർട്ടിസ് ഉപയോഗിച്ച് തന്നെയാണ് അയാൾ പ്രതികാരം ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഇയാളുടെ ലക്ഷ്യത്തിൽ എത്തുന്നു എന്നുള്ളതിൽ ഈ സിനിമ പുതിയതാവുന്നത്. എന്നും ഇപ്പോൾ മെമ്മറീസിന് ശേഷം നിങ്ങളൊരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷത്തിൻ്റെ ആവശ്യമില്ല. ആ പടം ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷമായി മാറും. പക്ഷേ ഊഴം ഇറങ്ങിയിരിക്കുന്നത് ഓണം സമയത്താണ്. അതങ്ങനെ സംഭവിച്ചതാണോ അതോ അങ്ങനെ ചെയ്തതാണോ? ഓണത്തിന് ഊഴം ഇറക്കണം എന്നുള്ള അല്ല, ഓണത്തിന് ഊഴം ഇറക്കണം എന്നുള്ള ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു റിലീസിങ് നേരത്തെ ഫിക്സ് ചെയ്ത് ഇതിനോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. കാരണം പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം വേണം അങ്ങനെ. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് ഞാനിത് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇതൊരു എൻ്റെ കരിയറിലെ ഏറ്റവും ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊരു നല്ലൊരു റിലീസിങ് ടൈം വേണം. കാരണം അവരെ പൈസ മുടക്കുന്നവരാണ്, നമ്മൾ അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കും ഉണ്ടാകും. അങ്ങനെ ആക്ച്വലി ഞങ്ങളൊരു നേരത്തെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്ത് വളരെ ഒരു സേഫായിട്ടുള്ള ഒരു ടൈം നോക്കി അങ്ങനെ ഒരു സ്പേസ് നോക്കിയിട്ടാണ് ഇത് ഓണം ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത് ഇത്തവണത്തെ ഓണത്തിന് 10 ദിവസം ഹോളിഡേയ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണം എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തു. അത് പ്രത്യേകിച്ചും അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ താല്പര്യമാണ്. കാരണം നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജിത്തോടൻ പറഞ്ഞു ഇത് ഏറ്റവും കരിയറിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ഒരു മൂവിയാണ് ഊഴം. പക്ഷേ ഊഴം ഒരിക്കലും ഒരു കോമഡി ടൈപ്പ് ഓഫ് മൂവി കരിയർ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഇന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ പലതും വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര അല്ല, ജിത്തോടന്റെ കരിയറിലെ. അപ്പൊ ആ ഒരു സംഭവം കോമഡി അല്ല. ഇപ്പൊ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞിരുന്നല്ലോ, അവരും എങ്ങനെ പോയാലും ഒരു ഫെസ്റ്റിവൽ സീസണിൽ വരുന്ന പടത്തെക്കുറിച്ച് ആൾക്കാർക്കൊരു എപ്പോഴും ഒരു ഭയങ്കര കോമഡിയൊക്കെ ഉള്ള ഒരു പടം ആയിരിക്കും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ കൊണ്ട് റിലീസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇതുപോലെ അത് ഓണത്തിനായിരുന്നു. ഈ സമയത്ത് എൻ്റെ 2 സുഹൃത്തുക്കൾ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന 2 സുഹൃത്തുക്കളാണ്. എൻ്റെ സിനിമയും നല്ലതല്ലെന്ന് പറയും. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള 2 സുഹൃത്തുക്കൾ. അപ്പോൾ ഞാൻ കൊണ്ടുപോയി അവർ ഇത് ഫസ്റ്റ് കോപ്പി കാണിച്ചു. ഒരു കണ്ടു, കൊള്ളാം പടം നന്നായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 12 മണിയായപ്പം മറൈൻ ഡ്രൈവിൽ അവിടെ ഇങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞപ്പം അതിന് ഒരാൾ ചോദിച്ചു, ജിത്തു പക്ഷേ ഇത് റിലീസ് ചെയ്യുന്ന സമയം ശരിയാണോ? ചോദിച്ചു, എന്താ ഈ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ഹ്യൂമർ സിനിമകളും അങ്ങനത്തെ സിനിമകൾ വരേണ്ടതാണ്. അവിടെ ഇങ്ങനെ ഒരു ത്രില്ലർ കൊണ്ടുപോയിട്ടാൽ ഞാൻ പറഞ്ഞു ഇതൊരു എൻ്റർടൈനറാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡൗട്ട് കുറവ്. ഇത് കഴിഞ്ഞ് ചേച്ചീൻ്റെ പ്രൊഡ്യൂസർ ശാന്തമോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു,
ചേച്ചി പറഞ്ഞു നമ്മുടെ സിനിമയ്ക്ക് ഒരു വിധിയുണ്ട് മോനെ, അത് ഓടാനുള്ളതാണ്, അത് ഓടിയിരിക്കും, ഇത് ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചേച്ചിയുടെ റാങ്കിൽ നിന്നുള്ള ഇത് ചോദിച്ചൊന്നുമില്ല. സാധനം റിലീസ് ചെയ്തപ്പം എന്ത് സംഭവിച്ചു? ഹിറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അതിലൊന്നും പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അത് ഏത് സമയത്ത് കൊണ്ട് കിട്ടാലും ഇത് ചെയ്യും. പിന്നെ ആകപ്പാടെ വെച്ചാൽ ഇങ്ങനെ 10 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഹോളിഡേയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്, ഹോളിഡേയ്സിൽ കളക്ഷൻ നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഇതൊരു കോസ്റ്റ്ലി ഇച്ചിരി ഇതായതുകൊണ്ട് മാക്സിമം കളക്ഷൻ എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ഫെസ്റ്റിവലിൽ ഇന്ന സിനിമയെ ഓടുകയുള്ളൂ, അതാണ് ഞാനെപ്പോഴും സിനിമ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് സിനിമ ഫീൽഡിലുള്ള പുറത്തുള്ള ആൾക്കാരുമായിട്ടാണ്. കാരണം സിനിമയ്ക്കകത്തുള്ളവർക്ക് ഒത്തിരി ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, മുൻവിധികളുണ്ട്. അത് ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് സാധാരണ ഓഡിയൻസ് അവരോട് ഡിസ്കസ് ചെയ്യുക, അവരോട് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഊഴം തിയേറ്ററുകളിലെത്തി, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇതിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച മെമ്മറീസ് എന്ന സിനിമയോ അല്ലെങ്കിൽ ദൃശ്യം പോലെയുള്ളൊരു സിനിമയോ അല്ല ഊഴം. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണറാണ്. വേറൊരു സ്വഭാവത്തിലുള്ളൊരു കഥയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുൻവിധികളൊന്നുമില്ലാതെ ഈ സിനിമ വന്ന് കാണുക, തിയേറ്ററിൽ വന്ന് കാണുക. നല്ല സിനിമയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഈ സിനിമയെ ഒരു വൻ വിജയമാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജിത്തു പറഞ്ഞതുപോലെയും ഞാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെയും മുൻവിധികളില്ലാതെ വേണം ഊഴം കാണാൻ തിയേറ്ററിലെത്താൻ. അങ്ങനെ എത്തിയാൽ നിങ്ങൾക്കൊരു വളരെ പാക്ഡ് ആയിട്ടുള്ള പേസി ആയിട്ടുള്ള തുടക്കം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിവെഞ്ച് ഡ്രാമ ഈ ഓണക്കാലത്ത് കാണാൻ സാധിക്കും. കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. കേരളത്തിലെ മിക്ക കേന്ദ്രങ്ങളിലും ഒരു വളരെ വലിയ റിലീസായി ഊഴം നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ ഫിലിം ഫ്രം ദ തിയേറ്റേഴ്സ്.